മനുഷ്യ ജീവിതം അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്. ആളുകൾ ഭയത്തിലും ഏകാന്തതയിലും കഷ്ടതയിലും തള്ളപ്പെടലിലും പരാജയത്തിലും രോഗത്തിലും മരണഭീതിയിലുമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ആര് എന്നോട് കൂടെ ഉണ്ടാകും? ആരാണ് എൻ്റെ കഷ്ടതയിലും പ്രയാസങ്ങളിലും എന്നെ മുന്നോട്ട് നയിക്കുന്നത്? ഒരിക്കലും എന്നെ കൈവിടാത്തതായി ഉപേക്ഷിക്കാത്തതായി ആരുണ്ട്? ഇന്നത്തെ പാഠഭാഗങ്ങൾ ഈ വിഷയത്തിന്മേൽ നൽകി തരുന്ന സന്ദേശം വ്യക്തവും ശക്തിയുള്ളതുമാണ്. ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റവർ ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കേണ്ടി വരില്ല. ഉയർത്ത കർത്താവ് തൻ്റെ നിത്യസാന്നിധ്യം നമുക്ക് ഉറപ്പു തരുന്നു. ക്രിസ്തീയ സമൂഹം എന്നത് സാൻമാർഗികതയും മതപരവുമായ കാര്യങ്ങൾ മാത്രം അഭ്യസിക്കുന്ന ഒരു പാഠശാലയല്ല. അത് ക്രിസ്തുവിനോട് കൂടെ നടക്കുന്ന ജീവിത അനുഭവമാണ്. ഇസ്രായേൽ ജനത്തെ പ്രവാസങ്ങളിൽ നിന്ന് തിരികെ വിളിക്കുകയും സങ്കീർത്തനക്കാരനെ ശക്തിപ്പെടുത്തുകയും ആദിമസഭയെ നയിക്കുകയും ക്രിസ്തുവിലൂടെ ശിഷ്യന്മാരെ അയക്കുകയും ഇന്നും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ദൈവമാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ ചിന്ത: ദൈവസാന്നിധ്യം ഭയത്തെ അകറ്റുന്നു. ദൈവസാന്നിധ്യം ഭയത്തെ അകറ്റുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഈ പാഠഭാഗത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് അവരുടെ കഷ്ടതകളിലും അനിശ്ചിതത്വങ്ങളിലും സൗമ്യമായി സംസാരിക്കുന്നു. ഇസ്രായേൽ ജനം ബലഹീനരും തള്ളപ്പെട്ടവരും ഭയചകിതരുമായിരുന്നു. എന്നാലും ദൈവം തന്റെ വചനത്തിലൂടെ അവരെ ശക്തീകരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വേദപുസ്തകത്തിലെ വളരെ ശക്തമായ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ഒന്നാണിത്. ദൈവം ഒരിക്കലും സുഖവും സന്തോഷവും മാത്രമുള്ള ഒരു ജീവിതം വാഗ്ദാനം ചെയ്യുന്നില്ല. മറിച്ച് തൻ്റെ നിത്യസാന്നിധ്യമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. യെശയ്യാവ് 41 അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം 3 പ്രധാനപ്പെട്ട ഉറപ്പുകൾ നമുക്ക് നൽകിയിരിക്കുന്നു. ഒന്നാമതായി, ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ. 3-ാം വാക്യം. ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ആരംഭിക്കുന്നത് നമ്മുടെ നന്മകളിലും കഴിവുകളിലുമല്ല, ദൈവകൃപ മുഖാന്തരമാണ്. നമ്മുടെ ബലഹീനതയിൽ പോലും ദൈവം നമ്മെ കൈവിടുകയില്ല. രണ്ടാമതായി, ദൈവം നമ്മെ ശക്തീകരിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കുകയും ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ നടത്തും. 10-ാം വാക്യം. മനുഷ്യന്റെ ശക്തികളും കഴിവുകളും പരാജയപ്പെടും. മനഃശക്തിയും വൈകാരിക ശക്തിയും ഇല്ലാതാകും. സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാതാകും. പക്ഷെ ദൈവകൃപയും ദൈവീയ ശക്തിയും എന്നേക്കും നിലനിൽക്കും. മൂന്നാമതായി, ദൈവം നമ്മുടെ കരം പിടിക്കുന്നു. സ്നേഹനിധിയായ ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെ മാറോടണച്ചുകൊണ്ട് അപകടകരമായ തിരക്കുള്ള ഒരു റോഡ് മുറിച്ചു കിടക്കുന്നത് പോലെ ദൈവം നമ്മെ സംരക്ഷിക്കുകയും കരുതുകയും ചെയ്യുന്നു. 13-ാം വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്നെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ എന്നെ സഹായിക്കുമെന്ന് പറയുന്നു. ഇന്ന് അനേകർ അവരുടെ വ്യക്തിപരമായ കുടുംബപരമായ പ്രശ്നങ്ങളിൽ ആകുലരാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കടഭാരം, ഭാവിയെക്കുറിച്ചുള്ള ഭീതി, ഇവയെല്ലാം അവരെ അലട്ടുന്നു. എന്നാൽ ഉയർന്നതിന്റെ കർത്താവ് പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്നു. ഇപ്രകാരം ദൈവകരങ്ങളിൽ നാം സുരക്ഷിതരാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ ചിന്ത: ഉയർത്തുന്നതിന്റെ കർത്താവ് എന്നേക്കും വാഴുന്നു. ഉയർത്തുന്നതിന്റെ കർത്താവ് എന്നേക്കും വാഴുന്നു. സങ്കീർത്തനം 110. 110-ാം സങ്കീർത്തനം മശിഹായെക്കുറിച്ചുള്ള ഒരു സങ്കീർത്തനമാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിനെ രാജാവായും പുരോഹിതനായും വ്യാഖ്യാനിച്ചിരിക്കുന്നു. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. സങ്കീർത്തനം 110 1-ാം വാക്യം. ഇത് സൂചിപ്പിക്കുന്നത് ഉയർത്തുന്ന കർത്താവ് പരാജിതനോ സന്നിഹിതനല്ലാത്തവനോ അല്ല. അവൻ അധികാരത്തോടും മഹത്വത്തോടും കൂടെ വാഴുന്നവനാണ്. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം മാത്രമല്ല, കർത്താവ് എന്നേക്കും വാഴുന്നു എന്നതിൻ്റെ പ്രഖ്യാപനവും കൂടിയാണ്. കർത്താവ് രാജാവായി വാഴുമ്പോൾ അവിടെ തിന്മയ്ക്കും മരണത്തിനും വിജയമുണ്ടാകുകയില്ല. അത് പരാജയപ്പെടും. ജീവിതത്തിലെ ഘട്ടങ്ങൾ എന്നേക്കും നിലനിൽക്കുകയില്ല. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ക്രിസ്തുവിൻ്റെ സിംഹാസനം സ്ഥിരമായിരിക്കും. ഇന്ന് അനേക അന്ധകാര ശക്തികൾ മനുഷ്യ മനസ്സിനെ കീഴടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഭയം, അനീതി, അതിക്രമം, സുഖഭോഗങ്ങളുള്ള ആശ്രയം, നിരാശ, ഇവയെല്ലാം മനുഷ്യ ജീവിതത്തെ ദുരിതപൂർണമാക്കുമ്പോഴും
അതിൻ്റെ എല്ലാം മുകളിലായി ഉയർത്തുതര കർത്താവ് അധികാരത്തോടെ വാഴുന്നു എന്ന വസ്തുത നമുക്ക് ഉറപ്പും ധൈര്യവും നൽകി തരുന്നു. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികളാകുന്ന നാം ധൈര്യത്തോടെ എഴുന്നേറ്റ് അന്ധകാര ശക്തികളെയും പ്രതികൂലങ്ങളെയും ക്രിസ്തുവിന്റെ ആശ്രയത്തിലൂടെ അതിജീവിക്കണം. മൂന്നാമത്തെ ചിന്ത, ക്രിസ്തുവിന്റെ സാന്നിധ്യം സ്നേഹസമ്പൂർണമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു. ക്രിസ്തുവിന്റെ സാന്നിധ്യം സ്നേഹസമ്പൂർണമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു. എബ്രായ 13 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം ക്രിസ്തുവിലെ വിശ്വാസത്തെ യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെടുത്തുന്നു. ക്രിസ്തുവിന്റെ നിത്യസാന്നിധ്യം മറ്റൊരുമായുള്ള നമ്മുടെ ബന്ധങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്നു. ഇവിടെ നാം കാണുന്ന ഒന്നാമത്തെ ചിന്ത, പരസ്പരം സ്നേഹിക്കുക. സഹോദര പ്രീതി നിലനിൽക്കട്ടെ. എബ്രായ 13 1 വാക്യം. ക്രിസ്തുവിന്റെ സാന്നിധ്യം കൂട്ടായ്മയും സഹാനുഭൂതിയും ഐക്യവും രൂപപ്പെടുത്തുന്നു. സ്നേഹമില്ലാത്ത സഭയ്ക്ക് ഒരിക്കലും ഉയർത്ത കർത്താവിനെ കുറിച്ച് ശരിയായി ചിന്തിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുകയില്ല. കഷ്ടത അനുഭവിക്കുന്നവരെ കരുതുക. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരിത്തിരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. എബ്രായർ 13 3 വാക്യം. കഷ്ടതയും ദാരിദ്ര്യവും ഏകാന്തതയും അനുഭവിക്കുന്നവരുടെയും തള്ളപ്പെട്ടവരുടെയും ഇടയിൽ ക്രിസ്തുവിന്റെ നിത്യസാന്നിധ്യമുണ്ട്. ഇപ്രകാരം കഷ്ടതയും വേദനയും അനുഭവിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മിലൂടെ ക്രിസ്തുവിന്റെ സാന്നിധ്യം ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഭയമില്ലാതെ ജീവിക്കുക. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. എബ്രായ 13 5 വാക്യം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. മനുഷ്യൻ നമ്മെ പലപ്പോഴും നിരാശപ്പെടുത്തിയേക്കാം, പക്ഷെ ദൈവം ഒരു നാളും തന്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല. ക്രിസ്തു മാറ്റമില്ലാത്തവനാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. എബ്രായ 13 8 വാക്യം. യേശു ക്രിസ്തു എല്ലാ കാലത്തും നിലനിൽക്കുന്നവനും നമ്മോട് വിശ്വസ്തത ആചരിക്കുന്നവനുമാണ്. ഭരണാധികാരികൾ മാറിയേക്കാം, സമൂഹങ്ങൾക്ക് മാറ്റം സംഭവിക്കാം, സാഹചര്യങ്ങൾക്ക് മാറ്റം വരാം, പക്ഷെ ക്രിസ്തു നിത്യമായി മാറ്റമില്ലാത്തവനായി നിലകൊള്ളുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലീല പ്രദേശങ്ങളിലൂടെ നടന്ന യേശുവാണ് ഇന്നും നമ്മോട് കൂടെ സഞ്ചരിക്കുന്നത്. അന്ന് തന്റെ ശിഷ്യന്മാരെ സമാശ്വസിപ്പിച്ച യേശു ഇപ്പോൾ നമ്മെയും ആശ്വസിപ്പിക്കുന്നു. ഉയർത്തതിലൂടെ മരണത്തെ അതിജീവിച്ച യേശു നമുക്ക് പ്രത്യാശയും ജീവനും നൽകി തരുന്നു. ഈ ക്രിസ്തുവിൽ നമുക്ക് ആശ്രയിക്കാം. നാലാമത്തെ ചിന്ത, ദൈവിക ദൗത്യ നിർവഹണം ദൈവിക വാഗ്ദത്തത്തിൽ അധിഷ്ഠിതമാണ്. ദൈവിക ദൗത്യ നിർവഹണം ദൈവിക വാഗ്ദത്തത്തിൽ അധിഷ്ഠിതമാണ്. മത്തായി 28 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ്. യേശു തൻ്റെ ഉയർത്തുനിൽപ്പിന് ശേഷം തൻ്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി ശക്തീകരിച്ച് അവരെ തൻ്റെ ദൗത്യത്തിനായി അയക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകലജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. മത്തായി 28 19 20 വാക്യങ്ങൾ. ഇതിൽ പ്രധാനമായും 4 ദൗത്യങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത്: പോവുക, സ്നാനപ്പെടുത്തുക, ഉപദേശിക്കുക, ശിഷ്യരാക്കുക. ക്രിസ്തീയ വിശ്വാസം എന്നത് അലസരായിരിക്കുന്ന ജീവിത അനുഭവമല്ല. ഉയർത്തുന്നേറ്റ കർത്താവ് ദൗത്യ നിർവഹണത്തിനായും സാക്ഷിയാകുവാനും നമ്മെ വിളിക്കുന്നു. ലോകത്തിലേക്ക് ദൗത്യ നിർവഹണത്തിനായി ശിഷ്യന്മാർ പുറപ്പെടുന്നതിന് മുമ്പ് യേശു അവർക്ക് ഇപ്രകാരം ഉറപ്പ് നൽകിയിട്ടുണ്ട്: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാർ സാധാരണക്കാരായിരുന്നു. അവർക്ക് ഭയവും സംശയങ്ങളും പരിമിതികളും ഉണ്ടായിരുന്നു. അവർക്ക് ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞത് ഉയർത്തുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവരിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. ക്രിസ്തീയ ശുശ്രൂഷയുടെ വിജയം മനുഷ്യൻ്റെ കഴിവിലും അറിവിലും അധിഷ്ഠിതമല്ല. ക്രിസ്തീയ ശുശ്രൂഷ ഫലപ്രദമാകുന്നത് ക്രിസ്തു തൻ്റെ ദാസരോടുകൂടെ വസിക്കുമ്പോഴാണ്. സഭയിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഓരോ വ്യക്തിയും, സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന വ്യക്തികളും, രോഗികളെ സന്ദർശിക്കുന്നവരും, തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളും പ്രത്യാശയോടും ഉറപ്പോടും കൂടിയാണ് അത് ചെയ്യുന്നത്. കാരണം ഉയർത്തുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഉയർത്തുന്ന കർത്താവിനോട് കൂടെ ജീവിക്കുവാനും വിശ്വാസത്തിലൂടെ ഭയത്തെ അതിജീവിക്കുവാനും പ്രത്യാശയുള്ളവരായി നിരാശ ഇല്ലാതാക്കുവാനും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്
പാപത്തെ അകറ്റാനും ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലൂടെ ഏകാന്തതയെ അതിജീവിക്കുവാനും ക്രിസ്തുവിൻ്റെ ശക്തിയിലൂടെ ബലഹീനതകളെ തരണം ചെയ്യുവാനും നമുക്ക് കഴിയണം. ലോകം ചിലപ്പോൾ താൽക്കാലികമായ പിന്തുണ നമുക്ക് നൽകിയേക്കാം, പക്ഷേ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിത്യമാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളും നമ്മെ ഉപേക്ഷിക്കുമ്പോൾ ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ശക്തി പരാജയപ്പെടുമ്പോൾ ക്രിസ്തു നമ്മെ ശക്തീകരിക്കുന്നു. നാം ദുഃഖിതരാകുമ്പോൾ ക്രിസ്തു നമ്മെ ആശ്വസിപ്പിക്കുന്നു. മരണം നമ്മെ സമീപിക്കുമ്പോഴും ക്രിസ്തു നമുക്ക് നിത്യജീവൻ നൽകി തരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം ധൈര്യത്തിലും വിശ്വാസത്തിലും നിലനിൽക്കുവാൻ നമുക്ക് കഴിയണം. ഉയർത്തുന്ന കർത്താവ് നമുക്ക് മുമ്പിൽ നമുക്കരികിൽ നടക്കുന്നു. ഈ കർത്താവ് നമ്മുടെ ഉള്ളിലും വസിക്കുന്നവനാണ്. ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിരന്തരം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് ഇടയാകണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.